ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. 𝙑𝙞𝙙𝙚 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു PC-യുടെ ഒരു സ്പീക്കറാണ് കേട്ടോ. നമുക്ക് RGB ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു ക്വാളിറ്റി സ്പീക്കറാണ്. നമ്മൾ 𝙑𝙞 മുമ്പൊക്കെ നോക്കിയിരുന്നു. 𝙑𝙞 നോക്കിയിരുന്നു. ഞാൻ പിന്നെ ആർട്ടിക്സിൻ്റെ നോക്കിയിരുന്നു. ആർട്ടിക്സിനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ അതിൻ്റെ സംഭവം നോക്കി. പക്ഷേ എനിക്ക് അതിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ലൈവ് ടെക്കിൻ്റെയാണ്. ലൈവ് ടെക്കിൻ്റെ അത്യാവശ്യം നല്ല RGB ലൈറ്റും കുറച്ച് കുറവാണെങ്കിലും ലൈറ്റ് ഉണ്ട്, പക്ഷേ കുറച്ച് കുറവാണ് ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ നല്ല ക്വാളിറ്റി സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ചാനൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മൾ ഗീവ് അവേ വീഡിയോ ഇട്ടിട്ടുണ്ട്. 3 ഗീവ് അവേ വീഡിയോ. ഒരു ക്യൂബോൻ്റെ UPS, അതുപോലെ പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ്, അതുപോലെ ഒരു 10 റൂട്ടറും. അപ്പോൾ ഈ വീഡിയോ 3 കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരും പോയി കാണുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് എടുക്കുന്നുണ്ട്, പോയി കാണുക കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. സിമ്പിൾ സ്റ്റെപ്സുകളുള്ള റൂൾസൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ലൈക്ക് നമ്മൾ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 250 to 300 ലൈക്സ് ആണ്. അപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ മറക്കണ്ട, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലൈവ് ടെക്കിൻ്റെ ഒരു ബോക്സ് തന്നെയാണ്. നല്ല ക്വാളിറ്റി പാക്കേജിങ് ബോക്സാണ് വരുന്നത്. ഒരു 650 റേഞ്ചിലേ വരുന്നുള്ളൂ. പക്ഷേ ബോക്സ് കണ്ടാൽ നല്ല ക്വാളിറ്റി തോന്നും. എന്തായാലും ഒരു 1500 ആ റേഞ്ചിൽ തോന്നും. നല്ല ക്വാളിറ്റി ബോക്സും പാക്കേജിങ്ങൊക്കെ തന്നിട്ടുണ്ട്, ഇത്ര റേറ്റ് കുറവാണെങ്കിലും. പിന്നെ നമുക്ക് ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഗെയിമിംഗ് സ്റ്റീരിയോ സ്പീക്കറിന് എഴുതിയിട്ടുണ്ട്. LED 2.0 എന്ന് എഴുതിയിട്ടുണ്ട്. SP2 എന്നൊരു മോഡൽ നമ്പറാണത്. USB പവർ എന്ന് എഴുതിയിട്ടുണ്ട്. മുകളിലായിട്ട് സെയിം സംഭവം തന്നെ എഴുതിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് ഇവിടെ എന്താ ഡെസ്ക്ടോപ്പ് സ്റ്റീരിയോ സ്പീക്കർ, ഹൈ ക്വാളിറ്റി 2.0 ചാനലിന് എഴുതിയിട്ടുണ്ട്. സ്മൂത്ത് ആംബിയൻസ് LED, റിച്ച് ബാസ്, ക്ലിയർ വോക്കൽസ്, ട്രൂ സൗണ്ട്, കോമ്പാക്ട് ആൻഡ് സ്റ്റൈലിഷ് USB പവർഡ് ആണ്, പ്ലഗ് ആൻഡ് പ്ലേ ആണ്, ബിൽഡ് ഇൻ പവർ ആംപ്ലിഫയർ ഉണ്ട്, 3.5mm സ്റ്റീരിയോ ഓഡിയോ പിന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വരുന്നത് 1599 രൂപയാണ് നമ്മുടെ MRP കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 650 റേഞ്ചിൽ തന്നെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഔട്ട്പുട്ട് 5 വാട്ട് തന്നെ വരുന്നത്. സ്പീക്കർ വരുന്നത് 3 വാട്ടിൻ്റെ 2 നമുക്ക് ഡ്രൈവ് വരുന്നത് 2.5 ഇഞ്ചിൻ്റെയാണ് കേട്ടോ. പിന്നെ ഇത് ഇന്ത്യൻ മെയ്ഡ് തന്നെയാണ്. കൺട്രി ഓഫ് ഒറിജിൻ അല്ല, ഇന്ത്യൻ മെയ്ഡ് അല്ല, ഇന്ത്യൻ കമ്പനിയാണ്. കൺട്രി ഓഫ് ഒറിജിൻ ചൈനയാണ് കേട്ടോ. ബാക്കി എന്താ, ഇവിടെ നമുക്ക് അതിൻ്റെ പടം ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇത് സീൽഡ് ബോക്സ് ആണ്. അല്ല, സീൽഡ് അല്ല, ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്നോളജി അറ്റ് സ്പീഡ് ഓഫ് ലൈഫ് എന്ന് വെച്ചിട്ട് ലൈവ് ടെക്കിൻ്റെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇത് നമ്മുടെ നോർമൽ 𝙑𝙞 കാര്യത്തിനൊക്കെ ചെറുതായിട്ടൊരു എന്താ സൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഡിഫറൻസും ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ സൗണ്ട് കുറച്ച് കൂടുതലുണ്ടായിരിക്കും. എന്തൊക്കെ ഇതിൻ്റെ ബോക്സ് മാറ്റി വയ്ക്കാം. അല്ല, എന്തായാലും നമുക്ക് ഇതിൻ്റെ റാപ്പ് എന്തായാലും എടുക്കണമല്ലോ. ഇത് ഫുൾ സീൽഡാകണ്ടു. നമ്മൾ തുറന്നിട്ടുണ്ടാകുന്നില്ല. നമുക്ക് എന്തായാലും തുറക്കാം. ഓക്കെ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയണ്ടായിരിക്കും. എനിക്ക് ആകെ ഇഷ്ടപ്പെടാൻ ഈ ലൈവ് ടെക്ക് കുറച്ച് ചെറുതായിട്ട് ചെയ്തായിരുന്നു. ഭയങ്കര വലുതായി പോയി, അത് കുഴപ്പമായത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ലുക്ക് വന്നത്. ഇത് ഭയങ്കര ഈ എന്താ പറയുക, ലോഗോ ഒരു ഭയങ്കര സൈസ് കൂടി എഴുതിക്കുന്നത്. അത്ര ഒരു ഇഷ്യൂ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഇതുമ്മേ നമുക്ക് വോളിയം കൺട്രോളിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരെണ്ണത്തമ്മേ അതിൻ്റെ ബ്രാൻഡിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ബാക്ക് സൈഡിലായിട്ട് വയർ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും നല്ല ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഡീറ്റെയിൽസ് അയ്യോ കയ്യിൽ നിന്ന് പോയി. എല്ലാത്തിനും ഈ പോകണ നോക്കണം. ഇവിടെയൊക്കെ നല്ലത് പിയാനോ ബ്ലാക്ക് പോലെ, ഇവിടെയൊക്കെ മാറ്റ് ഫിനിഷിങ്, അങ്ങനെ 2 ടൈപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത്. ബാക്കി സംഭവങ്ങളും ഡാമേജും കാര്യങ്ങളൊന്നും കാണില്ല. ഇപ്പം എൻ്റെ ഒന്നും വീണ് ഒഴിച്ചാണെങ്കിൽ. എന്തായാലും നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് എടുക്കാൻ നേരത്തെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ലാപ്ടോപ്പ് ജസ്റ്റ് എടുത്തിരിക്കുന്നത് ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലഗ് അല്ലേ, നമ്മുടെ ഒരു ഫുൾ ടൈ വെച്ചിട്ടുണ്ട്. കേബിളൊക്കെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു 1.5 മീറ്റർ ഉണ്ടാവും തോന്നുന്നു കണ്ടിട്ട്. എന്നുവെച്ചാൽ നല്ലൊരു കെട്ടി വെച്ചാൽ നല്ലൊരു സൈസ് തോന്നുന്നുണ്ട്. ഇതെന്താ, അത് ഒരുമിച്ച് തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് ആയിരുന്നു. അല്ല, നമുക്കൊരു USB ഒരു 3.5mm ജാക്ക് ഉള്ളത്. നമുക്ക് എന്തായാലും കുത്താം. എന്തായാലും നമുക്കിതിവിടെ വയ്ക്കാം. നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ RGB ലൈറ്റ് കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഇത് നമുക്ക് കുത്താം. നമ്മൾ USB-യിൽ ഇൻസേർട്ട് ചെയ്യണം കേട്ടോ.
ഇത് നമുക്കിവിടെ ഓൺ ഓഫ് സ്വിച്ച് ഇതുമ്പോൾ തന്നെയാണ് കണ്ടോ, ഇങ്ങനെ ഓൺ ഓഫ് സ്വിച്ചാണ്. ഇത് നമുക്ക് സിംഗിൾ കളറാണ്, ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ സംഭവം ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു എന്തെങ്കിലും പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും യൂട്യൂബിലേക്ക് വരാം. നമ്മൾ യൂട്യൂബിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ സെബ്രോണിക്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മൾട്ടി കളർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു റിങ് പോലെ വന്നിട്ട് ഇങ്ങനെ കയറുന്നുള്ളൂ. അതാണ് ഒരു ലൈറ്റ് ഞാൻ പറഞ്ഞത്, ചെറിയൊരു ലൈറ്റ് കുറവുണ്ടെന്ന്. പക്ഷേ അതല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല തന്നെയാണ്. സൗണ്ട് ക്വാളിറ്റി നല്ല തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. നമുക്കൊരു കോപ്പിറൈറ്റ് ഒരു മ്യൂസിക് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു കോപ്പിറൈറ്റ് മ്യൂസിക് NCS കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് NCS ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്താ നമ്മൾ പ്ലേ ചെയ്ത് തുടങ്ങിയിട്ടാ. നല്ലൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ബാസ് ഒരു അത്യാവശ്യം ബാസൊക്കെ ഉണ്ട്, ചെറിയ ബാസൊക്കെ ഉണ്ട്. അതുപോലെ ട്രിബിളൊന്നും അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. എന്തായാലും സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൗണ്ട് ക്വാളിറ്റി നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. ബാസ് നമ്മൾ ഇത്ര ചെറിയ സാധനത്തിൽ എത്തിക്കും ബാസ് പ്രതീക്ഷിക്കാൻ വലിയ പ്രത്യേകിച്ച് PC സ്പീക്കറാണ്. ആംപ്ലിഫയറും കാര്യങ്ങളും സബ് വൂഫറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്തായാലും ചെറിയൊരു ബാസിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. എനിക്ക് നല്ല ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. എനിക്ക് ആർട്ടിസ്റ്റ് നോക്കിയാലും സെബ്രോണിക്സ് നോക്കിയാലും നമ്മൾ ഇഷ്ടമായത് ലൈവ്ടെക് തന്നെയാണ്. പിന്നെ ലൈറ്റിൻ്റെ ഒരു ഡെക്കറേഷൻ്റെ കുറവുണ്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ എന്തായാലും നിങ്ങൾ ഗെയിമിംഗ് ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഗെയിമിംഗ് PC നോക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പീക്കർ നോക്കുന്നുണ്ടെങ്കിൽ അല്ല നോർമൽ നമ്മൾ വെക്കാട്ടെന്ന് വെച്ചാൽ ഭയങ്കര അധികം ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ നോർമൽ PCക്ക് വേണമെങ്കിൽ വെക്കാൻ റേറ്റും കുറവാണ്. 650 to 690 ആ റേഞ്ചിലാണ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടെ. നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് കൂടെ വാങ്ങിക്കാൻ നമ്മുടെ ചാനലിന് സപ്പോർട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ആമസോണിൽ കയറി സെർച്ചും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഈസിയാണ് കുറച്ച്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാനും മറക്കണ്ട. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തവർ പോയി പങ്കെടുക്കാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.